ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ ഫസ്റ്റ് പോർഷനായിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2(3)? സെക്ഷൻ 2 സബ്സെക്ഷൻ 3യിൽ എന്തിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ചൈൽഡാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2(3)ൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ലീഗൽ ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിൽ എവിടൊക്കെ ചൈൽഡിനെ പറ്റി പറയുന്നോ ആ ചൈൽഡിനുള്ള ഡെഫിനിഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 2(3)കകത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് സെക്ഷൻ ഡിഫൈൻസ് കൗണ്ടർഫീറ്റ്? വിച്ച് സെക്ഷൻ ഡിഫൈൻസ് കൗണ്ടർഫീറ്റ്? ഓപ്ഷൻസ് നോക്കുക. ഓക്കെ, ഉത്തരം മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 2(4) ആണ്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 4-നകത്താണ് കൗണ്ടർഫീറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 4 എക്സ്പ്ലെയിൻസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കൗണ്ടർഫീറ്റ് റെലവൻറ്റ് ഇൻ കേസസ് ഓഫ് ഫോർജറി ഓർ ഫ്രോഡ്. ഓക്കെ, അപ്പോൾ ഫോർജറി അല്ലെങ്കിൽ ഫ്രോഡായിട്ട് ബന്ധപ്പെട്ട് കൗണ്ടർഫീറ്റിംഗ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 4 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വിച്ച് സെക്ഷൻ ഡിഫൈൻസ് കൗണ്ടർഫീറ്റ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 4. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഡോക്യുമെൻ്റ് ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ? ഡോക്യുമെൻ്റ് ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, സെക്ഷൻ 2 സബ്സെക്ഷൻ 8 ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 8 ലേസ് ഡൗൺ ദ ലീഗൽ മീനിങ് ഓഫ് ഡോക്യുമെൻ്റ് യൂസ്ഡ് ഇൻ ജുഡീഷ്യൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ എവിടെയൊക്കെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നൊരു ടേം വരുന്നു, അപ്പോൾ അതിന് ഡെഫിനിഷൻ എന്താണ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 8-നകത്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം, സെക്ഷൻ 2 സബ്സെക്ഷൻ 13 refers to which term? സെക്ഷൻ 2 സബ്സെക്ഷൻ 13 refers to which term? ഓപ്ഷൻസ് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ഹാർബർ ആണ്. ഹാർബർ. ഓക്കെ, അപ്പോൾ ഹാർബറിങ് സമ്മൺ എക്സ്പെഷ്യലി എ ക്രിമിനൽ ഈസ് ഡിഫൈൻഡ് അണ്ടർ ദിസ് സെക്ഷൻ ടു ഹെൽപ്പ് ഡിറ്റർമൈൻ ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഹാർബർ എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഏത് സെക്ഷനകത്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ സെക്ഷൻ 2(14)? സെക്ഷൻ 2 സബ്സെക്ഷൻ 14-നകത്ത് ഏതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ സെക്ഷൻ 2(14)? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ഇഞ്ചുറി ആണ്. ഓക്കെ, ഇഞ്ചുറി ഈസ് ഡിഫൈൻഡ് ടു കവർ ഫിസിക്കൽ, മെൻ്റൽ ഓർ റെപ്യൂട്ടേഷണൽ ഹാം അണ്ടർ സെക്ഷൻ 2(14). അപ്പോൾ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇഞ്ചുറി മാത്രമല്ല, ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ, ഒരാളുടെ റെപ്യൂട്ടേഷന് ഹാം ചെയ്യുന്ന തരത്തിലുള്ള എല്ലാം ഏതിനകത്ത് വരും? ഇഞ്ചുറിക്കകത്ത് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇഞ്ചുറി എന്ന് പറയുന്ന ടേമിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് സെക്ഷനകത്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 14-നകത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ആറാമത്തെ ചോദ്യം, സെക്ഷൻ 2 സബ്സെക്ഷൻ 28 ഡീൽസ് വിത്ത് വിച്ച് ടേം? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, പബ്ലിക് സെർവൻ്റ് ആണ്. ഇപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 28-നകത്താണ് പബ്ലിക് സെർവൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 28 ഡിഫൈൻസ് ക്വാളിഫൈസസ് ആസ് എ പബ്ലിക് സെർവൻറ്റ് ഓർ ലീഗൽ പ്രൊസീഡിങ്സ്. അപ്പോൾ പബ്ലിക് സെർവൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനകത്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 28-നകത്താണ് ഭാരതീയ ന്യായ സംഹിതയിൽ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡസ് സെക്ഷൻ 3(5) എക്സ്പ്ലെയിൻസ്? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. 3(5) എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 3 സബ്സെക്ഷൻ 5 എന്താണ് പറയുന്നത്? ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ. ഒരു കോമൺ ഇൻറ്റൻഷൻ വെച്ച് സെവറൽ പേഴ്സൺസ് ചെയ്യുന്ന ആക്ടിനെ പറ്റിയാണ്
ഏതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 3(5)നകത്ത് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 3(5) കവേഴ്സ് ഷെയർഡ് ക്രിമിനൽ ലയബിലിറ്റി വെൻ മൾട്ടിപ്പിൾ പീപ്പിൾ ആക്ട് ടുഗദർ വിത്ത് എ കോമൺ ഇൻറ്റൻഷൻ. ഇപ്പോൾ മൾട്ടിപ്പിൾ പീപ്പിൾ ഒരു കോമൺ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 3(5)നകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് പണിഷ്മെൻറ്റ്സ്? ഓക്കെ, ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. സെക്ഷൻ 4 ആൻഡ് 11. ഓക്കെ, അപ്പോൾ ദീസ് സെക്ഷൻസ് ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് അണ്ടർ ദ സംഹിത ലൈക്ക് ഇംപ്രിസൺമെൻറ്റ്, ഫൈൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ പണിഷ്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെക്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 4 ആൻഡ് 11 ആണ്. അപ്പോൾ അതിനകത്താണ് ഇംപ്രിസൺമെൻറ്റ്, ഫൈൻസിനെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എത്ര ടൈപ്പ് പണിഷ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിനെ ഏതിനകത്താണ് പറയുന്നത് എന്നുള്ളത്, ഏത് സെക്ഷൻസാണ്? 4 ആൻഡ് 11 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. ഒമ്പതാമത്തെ ചോദ്യം, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഈസ് കവേർഡ് അണ്ടർ. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഈസ് കവേർഡ് അണ്ടർ. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. സെക്ഷൻസ് 14 ആൻഡ് 17 ആണ്. സെക്ഷൻ 14 ആൻഡ് 17. ഓക്കെ, അപ്പോൾ ഇഫ് ആൻ ആക്ട് ഈസ് ഡൺ അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് നോട്ട് ലോ, ഇറ്റ് മേ ബി എക്സ്ക്യൂഡ് അണ്ടർ ദീസ് സെക്ഷൻസ്. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഈസ് കവേർഡ് അണ്ടർ ഏത് സെക്ഷൻസ് ആണ്? സെക്ഷൻ 14 ആൻഡ് 17 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, മിസ്റ്റേക്സ് ഓഫ് ഫാക്റ്റ് ഈസ് കവേർഡ്. ഇപ്പം ഇഫ് ആൻ ആക്ട് ഈസ് ഡൺ അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് നോട്ട് ലോ, ഇറ്റ് മേ ബി എക്സ്ക്യൂഡ് അണ്ടർ ദീസ് സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കവർ ചെയ്യുന്നത് ഏത് സെക്ഷൻസിനാണ്? സെക്ഷൻ 14 ആൻഡ് 17 ആണ്. ഓക്കെ. പത്താമത്തെ ചോദ്യം, സെക്ഷൻസ് 15 ആൻഡ് 16 ഡീൽസ് വിത്ത്. സെക്ഷൻ 15 ആൻഡ് 16 ഡീൽസ് വിത്ത്. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. ജുഡീഷ്യൽ ആക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 ആൻഡ് 16 എന്താണ് ഡീൽ ചെയ്യുന്നത്? ജുഡീഷ്യൽ ആക്ട്സ് ആണ്. ദീസ് സെക്ഷൻസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ടു ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്സ് ഫോർ ലാഫുൾ ആക്ട്സ് ഡൺ ഇൻ ദെയർ ഒഫീഷ്യൽ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 ആൻഡ് 16 എന്താണ് ഡീൽ ചെയ്യുന്നത്? ജുഡീഷ്യൽ ആക്ട്സ് ആണ്. ഓപ്ഷൻസ് നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ദീസ് സെക്ഷൻസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ടു ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്സ് ഫോർ ലാഫുൾ ആക്ട്സ് ഡൺ ഇൻ ദെയർ ഒഫീഷ്യൽ കപ്പാസിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 ആൻഡ് 16 എന്താണ് ഡീൽ ചെയ്യുന്നത്? ജുഡീഷ്യൽ ആക്ട്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. 11ാമത്തെ ചോദ്യം, സെക്ഷൻ 18 റെഫേഴ്സ് ടു വിച്ച് എക്സെപ്ഷൻ? സെക്ഷൻ 18 റെഫേഴ്സ് ടു വിച്ച് എക്സെപ്ഷൻ? അപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ കുറച്ച് ജനറൽ എക്സെപ്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ ഒരു കുറ്റം ചെയ്താലും അത് കുറ്റകരമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്, ജനറൽ എക്സെപ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നൊരു ചോദ്യമാണിത്. സെക്ഷൻ 18 റെഫേഴ്സ് ടു വിച്ച് എക്സെപ്ഷൻ? ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആക്സിഡൻ്റ് ആണ്. ഓക്കെ, ആക്സിഡൻറ്റ്. ആക്സിഡൻ്റൽ ആക്ട്സ് വിതൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് മേ ബി എക്സ്ക്യൂഡ് അണ്ടർ സെക്ഷൻ 18. ഓക്കെ, അപ്പോൾ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലാതെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്യൂഡ് ചെയ്തിട്ടുണ്ട് അണ്ടർ സെക്ഷൻ 18. ഓക്കെ, ക്രിമിനൽ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഒരാളെ വണ്ടി ഇടിച്ച് കൊല്ലുന്നത് കുറ്റകരമാണ്. അതല്ലാതെ അബദ്ധവശാൽ ഒരു അപകടം നടന്ന് ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണ്, അത് കുറ്റകരമല്ല. ഓക്കെ, ആക്സിഡൻ്റൽ ആക്ട്സ് വിത്ത് ഔട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് മേ ബി എക്സ്ക്യൂഡ് അണ്ടർ സെക്ഷൻ 18. ഓക്കെ, അപ്പം സെക്ഷൻ 18 റെഫേഴ്സ് ടു വിച്ച് എക്സെപ്ഷൻ? ആക്സിഡൻ്റ് ആണ്, ആക്സിഡൻറ്റ്. ഓക്കെ. 12ാമത്തെ ചോദ്യം, നെസസിറ്റി ഈസ് ഡിസ്കസ്ഡ് അണ്ടർ വിച്ച് സെക്ഷൻ? അപ്പോൾ ഇതൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ സെക്ഷൻസ് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നെസസിറ്റി ഈസ് ഡിസ്കസ്ഡ് അണ്ടർ വിച്ച് സെക്ഷൻ? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 19. ഓക്കെ, ആക്ട്സ് ഡൺ അണ്ടർ അർജൻറ്റ് നെസസിറ്റി ടു പ്രിവെൻറ്റ് ഗ്രേറ്റർ ഹാം ആർ കൺസിഡേർഡ് എക്സെപ്ഷൻസ് ഹിയർ. ആക്ട്സ് ഡൺ അണ്ടർ അർജൻറ്റ് നെസസിറ്റി ടു പ്രിവെൻറ്റ് ഗ്രേറ്റർ ഹാം ആർ കൺസിഡേർഡ് എക്സെപ്ഷൻസ് ഹിയർ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണത്. ഓർമ്മയുണ്ടോ? അതായത്
നോർമലായിട്ടുള്ള ഒരു ഗതിയിൽ നമ്മളൊരു സ്കൂൾ ബസ്സിൻ്റെ ചില്ല് തല്ലി പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, അതിനകത്ത് കുട്ടികളെ വണ്ടി മറിഞ്ഞിരിക്കുകയാണ്, വണ്ടിയിൽ ഒരു സൈഡിൽ നിന്ന് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് കുറേ കുട്ടികളുണ്ട്, അവരുടെ ജീവൻ അപകടത്തിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ബസ്സിൻ്റെ ചില്ല് തകർത്ത് ആ കുട്ടികളെ പുറത്തെടുത്ത് രക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഫർദർ ഹാം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ അതൊരു ക്രിമിനൽ ആക്റ്റ് അല്ല. ഓക്കെ, അങ്ങനെ ആ ബസ്സിൻ്റെ ചില്ല് തകർത്ത് ആ കുട്ടികളെ പുറത്തെടുത്ത് രക്ഷിക്കുമ്പോൾ നമ്മൾ ബസ്സിൻ്റെ ചില്ല് അടിച്ച് പൊട്ടിക്കുന്നത് കുറ്റകരമാണോ? അല്ല. ഓക്കെ, അതാണ് പറയുന്നത് ആക്ട്സ് ഡൺ അണ്ടർ അർജൻറ്റ് നെസസിറ്റി. അവിടെ അർജൻറ്റ് നെസസിറ്റിയാണ്. ആ ബസ്സിൻ്റെ ചില്ല് അടിച്ച് പൊട്ടിച്ച് ആ പിള്ളേരെ പുറത്തെടുത്തില്ല ഉണ്ടെങ്കിൽ ആ പിള്ളേരെന്ത് ചെയ്യും? മരിച്ചു പോകും അല്ലേ? അപ്പോൾ അർജൻറ്റ് നെസസിറ്റി പ്രിവെൻറ്റ് ഗ്രേറ്റർ ഹാം, ഒരു വലിയ ഹാം, വീഴ്ച സംഭവിക്കാതെ അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആർ കൺസിഡേർഡ് എക്സെപ്ഷൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ നെസസിറ്റി ഈസ് ഡിസ്കസ്ഡ് അണ്ടർ വിച്ച് സെക്ഷൻ? സെക്ഷൻ 19 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 19. 13ാമത്തെ ചോദ്യം, വിച്ച് സെക്ഷൻസ് പ്രൊവൈഡ് എക്സെപ്ഷൻ ഫോർ ഇൻഫാൻസി? വിച്ച് സെക്ഷൻ പ്രൊവൈഡ്സ് എക്സെപ്ഷൻ ഫോർ ഇൻഫാൻസി? ജസ്റ്റ് സെക്ഷൻസ് നോക്കി. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 20 and 21 ആണ്. വിച്ച് സെക്ഷൻ പ്രൊവൈഡ്സ് എക്സെപ്ഷൻ ഫോർ ഇൻഫാൻസി? 20 and 21. അപ്പോൾ ദീസ് സെക്ഷൻസ് excuse acts committed by minors below a certain age due to lack of maturity. Okay, അപ്പോൾ these sections excuse acts committed by minors below a certain age. അപ്പോൾ ഒരു certain ഏജിന് താഴെയുള്ള മൈനേഴ്സ് ആയിട്ടുള്ള, അതായത് കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റകൃത്യമല്ല എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസാണ് ഇത്. സെക്ഷൻ 20 and 21. വിച്ച് സെക്ഷൻസ് പ്രൊവൈഡ് എക്സെപ്ഷൻ ഫോർ ഇൻഫാൻസി? സെക്ഷൻ 20 and 21. അപ്പോൾ സെക്ഷൻ 20 and 21 പഠിച്ചിട്ടുള്ളവർക്ക് ആ ഏജ് എത്രയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഏജ് എന്ത് ചെയ്യണം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 20 and 21 എല്ലാവരും പഠിച്ചെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ദീസ് സെക്ഷൻസ് എക്സ്ക്യൂസ്ഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് സെക്ഷൻസ് പ്രൊവൈഡ് എക്സെപ്ഷൻ ഫോർ ഇൻഫാൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 20 and 21 ആണ്. അതിനകത്തൊരു സെർട്ടൺ ഏജിൽ താഴെയുള്ള മൈനസ് ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഏജ് അറിയാവുന്നവർ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെർട്ടൺ ഏജിന് താഴെയുള്ള മൈനേഴ്സ് ചെയ്യുന്നത് കുറ്റകൃത്യമല്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇപ്പോൾ സെക്ഷൻ 20 ഉണ്ട്, സെക്ഷൻ 21 ഉണ്ട്. അപ്പോൾ ആ രണ്ട് സെക്ഷൻസ് അറിയാവുന്നവർ അതെന്താണ് ആ സെക്ഷൻസ് എന്നല്ല ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് എത്ര ഏജ് താഴെയുള്ളവരെയാണ് എക്സ്ക്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 14ാമത്തെ ചോദ്യം, ഇൻസാനിറ്റി ഈസ് എ ജനറൽ എക്സെപ്ഷൻ അണ്ടർ? ഇൻസാനിറ്റി ഈസ് എ ജനറൽ എക്സെപ്ഷൻ അണ്ടർ? ഓപ്ഷൻ സി എസ് നോക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. സെക്ഷൻ 22 ആണ് ഇൻസാനിറ്റി. ഇൻസാനിറ്റി വരുന്നത് ഏത് സെക്ഷനിനകത്താണ്? സെക്ഷൻ 22-നകത്താണ്. എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ലാക്കിംഗ് ഇൻറ്റൻറ്റ് ഡ്യൂ ടു ഇൻസാനിറ്റി ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദിസ് എക്സെപ്ഷൻസ്. അപ്പോൾ ചിത്തഭ്രമമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർ ചെയ്യുന്നത് കുറ്റകൃത്യമാണോ? അല്ല. അവർക്കറിയില്ല. അവർ ഇതുപോലെ ഒരാളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോലീസ് പിടിക്കുമെന്നോ വിചാരണ നടക്കുമെന്നോ തന്നെ ജയിലിലിടുമെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥ അവർക്കുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ലാക്കിംഗ് ഇൻറ്റൻറ്റ് ഡ്യൂ ടു ഇൻസാനിറ്റി ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദിസ് എക്സെപ്ഷൻ. ഓക്കെ, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഓക്കെ, ഇൻസാനിറ്റി ഈസ് എ ജനറൽ എക്സെപ്ഷൻ അണ്ടർ വിച്ച് സെക്ഷൻ? സെക്ഷൻ 22. ഓക്കെ, 15ാമത്തെ ചോദ്യം, വിച്ച് സെക്ഷൻസ് ഡീൽസ് വിത്ത് ഇൻടോക്സിക്കേഷൻ ആസ് ആൻ എക്സെപ്ഷൻ? വിച്ച് സെക്ഷൻസ് ഡീൽസ് വിത്ത് ഇൻടോക്സിക്കേഷൻ ആസ് ആൻ എക്സെപ്ഷൻ? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഉത്തരം കിട്ടിയോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 23 and 24 ആണ് കേട്ടോ. എ പേഴ്സൺ ഇൻവോളണ്ടറിലി ഇൻടോക്സിക്കേറ്റഡ് മേ ബി എക്സ്ക്യൂഡ് if they lacked criminal intent. A person involuntarily intoxicated may be excused if they lacked criminal intent. ഇപ്പം ഒരു വ്യക്തി അയാൾ അറിയാതെ തന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു ലഹരി വസ്തു കൊടുത്ത് അയാളുടെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷം അയാൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ജനറൽ എക്സെപ്ഷൻ ഉണ്ട്.
ഓക്കെ. അതായത് ഒരാൾ അറിയാതെ അയാൾക്ക് കുറച്ച് മദ്യമോ എന്തെങ്കിലും കാര്യങ്ങൾ നൽകി, അയാൾ മദ്യപിക്കുന്ന ശീലമുള്ള ഒരാളായിരിക്കത്തില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തിട്ട്, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊടുത്തിട്ട് അയാളുടെ മനോനില തകർത്തു. മനോനില തകർത്ത് അയാളെ കൊണ്ടൊരു കുറ്റകൃത്യം ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജനറൽ എക്സെപ്ഷൻ കിട്ടും. അതായത് അയാളുടെ മനോനില തകർന്നു, അതിനുശേഷം പുള്ളി ആ ഒരു അവസ്ഥയിലാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജനറൽ എക്സെപ്ഷൻ വാദിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അയാൾ കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഇൻടോക്സിക്കേഷൻ ആസ് ആൻ എക്സെപ്ഷൻ? സെക്ഷൻ 23 ആൻഡ് 24 ആണ്. എ പേഴ്സൺ ഇൻവോളണ്ടറി ഇൻടോക്സിക്കേറ്റഡ് മേ ബി എക്സ്ക്യൂഡ് ഇഫ് ദേ ലാക്ഡ് ക്രിമിനൽ ഇൻറ്റൻറ്റ്. ഓക്കെ. അപ്പോൾ ക്രിമിനൽ ഇൻറ്റൻറ്റ് ഇല്ലാതെ, ക്രിമിനൽ ഇൻറ്റൻറ്റ് ഇല്ലാതെ ഒരു വ്യക്തി അയാൾ അറിയാതെ തന്നെ ഇൻടോക്സിക്കേറ്റിംഗ് ചെയ്ത് ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ജനറൽ എക്സെപ്ഷന് വേണ്ടിയിട്ട് വാദിക്കാം. ഓക്കെ. അപ്പോൾ വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഇൻടോക്സിക്കേഷൻ ആസ് ആൻ എക്സെപ്ഷൻ? സെക്ഷൻ 23 ആൻഡ് 24 ആണ്. ഓക്കെ. 16ാമത്തെ ചോദ്യം, വിച്ച് സെക്ഷൻസ് ടോക്ക് അബൌട്ട് കൺസെൻറ്റ് ആസ് ആൻ എക്സെപ്ഷൻ? വിച്ച് സെക്ഷൻസ് ടോക്ക് അബൌട്ട് കൺസെൻറ്റ് ആസ് ആൻ എക്സെപ്ഷൻ? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 25 മുതൽ 30 വരെയുള്ള സെക്ഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ലാഫുൾ ആക്ട്സ് ഡൺ വിത്ത് ദ വിക്ടിംസ് കൺസെൻറ്റ് മേ ബി എക്സ്ക്യൂഡ് അണ്ടർ ദീസ് സെക്ഷൻസ്. ലാഫുൾ ആക്ട്സ് ഡൺ വിത്ത് ദ വിക്ടിംസ് കൺസെൻറ്റ് മേ ബി എക്സ്ക്യൂഡ് അണ്ടർ ദീസ് സെക്ഷൻസ്. ഓക്കെ. അപ്പോൾ കൺസെൻറ്റ് വരുന്ന ജനറൽ എക്സെപ്ഷൻസിൻ്റെ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് 25 മുതൽ 30 വരെയാണ് കേട്ടോ. ഇപ്പോൾ കൺസെൻ്റ് ഉള്ള ചില ഇപ്പം അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ എന്ത് ചെയ്യും? മേ ബി ചിലപ്പോൾ രോഗിയുടെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് മേടിക്കും. അത് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സർജറി ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ ആ രോഗി മരണപ്പെട്ടേക്കാം എന്ന് കരുതി ഡോക്ടർ കുറ്റക്കാരനാവുമോ? ഇല്ല. അതാണ് കൺസെൻറ്റിൻ്റെ ഒരെണ്ണം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആ രോഗി ഒരു അബോധാവസ്ഥയിലാണ്. ഓക്കെ. അപ്പോൾ രോഗിക്ക് ഒപ്പിടാനോ കൺസെൻറ്റ് തരാനോ കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് എന്ത് ചെയ്യും? കൺസെൻറ്റ് തരും. ഡോക്ടർക്ക് ഇതുപോലെ സർജറി ചെയ്ത് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കൺസെൻറ്റ് തരും. അപ്പോഴും ഇതുപോലെ രോഗി മരണപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ കൺസെൻറ്റ് കൊടുത്ത റിലേറ്റീവ്സോ അതിന് ഉത്തരവാദികളല്ല. ഓക്കെ. അതാണ് രണ്ടാമത്തെ ഒരു കേസ് വരുന്നത്. മൂന്നാമത്തത് പ്രായപൂർത്തിയാവാത്ത കൊച്ചു കുട്ടികളുടെ ഒരു സർജറി കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അവർക്ക് കൺസെൻറ്റ് കൊടുക്കുന്ന അവരുടെ രക്ഷകർത്താക്കളായിരിക്കും. ഓക്കെ. ആ ഒരു കേസിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഡോക്ടർ കുറ്റക്കാരനാണോ? അല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൺസെൻറ്റുകൾ കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലും ആ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു കൺസെൻറ്റ് സ്വീകരിക്കുന്ന ആൾ കുറ്റക്കാരനല്ല. അപ്പോൾ അതാണ് സംഭവം. വിച്ച് സെക്ഷൻസ് ടോക്ക് അബൌട്ട് കൺസെൻറ്റ് ആസ് ആൻ എക്സെപ്ഷൻ? സെക്ഷൻ 25 to 30 ആണ്. ഓക്കെ. അപ്പോൾ ആ സെക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. 17ാമത്തെ ചോദ്യം, വാട്ട് ഡസ് സെക്ഷൻ 31 ഡീൽസ് വിത്ത്? സെക്ഷൻ 31 എന്താണ് ഡീൽ ചെയ്യുന്നതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം കിട്ടിയോ? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് പ്രൊട്ടക്ട്സ് ദോസ് ഹൂ കമ്മ്യൂണിക്കേറ്റ് സംതിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ ഡ്യൂട്ടി. ഓക്കെ. പ്രൊട്ടക്ട്സ് ദോസ് ഹൂ കമ്മ്യൂണിക്കേറ്റ് സംതിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ ഡ്യൂട്ടി. പബ്ലിക് ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നൊരു കാര്യം പ്രൊട്ടക്ട്സ്, അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വാട്ട് ഡസ് സെക്ഷൻ 31 ഡീൽസ് വിത്ത്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 31 എന്താണ് ഡീൽ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 31 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓക്കെ. 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് സെക്ഷൻ 32? വാട്ട് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് സെക്ഷൻ 32? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. കമ്പൾഷൻ ആണ് കേട്ടോ. സബ്ജക്റ്റ് ഓഫ് സെക്ഷൻ 32 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ നമുക്ക് കമ്പൾഷൻ എന്ന് പറയാം. ഇഫ് ആൻ ആക്ട് ഈസ് ഡൺ അണ്ടർ അൺലാഫുൾ കമ്പൾഷൻ coercion it may be excused. Okay. If an act is done under unlawful compulsion അല്ലെങ്കിൽ coercion it may be excused. ഓക്കെ. അപ്പോൾ സെക്ഷൻ 32 ഡിസ്കസ് ചെയ്യുന്നത് കമ്പൾഷനെ കുറിച്ചാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒറ്റ വാക്കിൽ കമ്പൾഷനെ കുറിച്ചാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. 19ാമത്തെ ചോദ്യം, സെക്ഷൻ 33 ഡീൽസ് വിത്ത്? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ട്രഫ്ലൈസ് സ്ലൈറ്റ് ഹാമാണ് കേട്ടോ. സ്ലൈറ്റ് ഹാമായിട്ടുള്ള ട്രൈഫ്ലസിനെ കുറിച്ചാണ് പറയുന്നത്. ട്രൈഫ്ലസ്. ഓക്കെ. അപ്പോൾ പെറ്റി നെഗ്ലിജിബിൾ ആക്ട്സ് നോട്ട് വർത്ത് പ്രോസിക്യൂട്ടിംഗ് ഫാൾ അണ്ടർ ദിസ് എക്സെപ്ഷൻ. ഓക്കെ. അപ്പോൾ സെക്ഷൻ 33-കകത്ത് സ്ലൈറ്റ് ആയിട്ടുള്ള ഹാം കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ട്രൈഫ്ലസ് എന്ന് പറയും. ട്രൈഫ്ലസ്. ഓക്കെ. സ്ലൈറ്റ് ഹാം. പെറ്റി നെഗ്ലിജിബിൾ ആക്ട്സ് നോട്ട് വർത്ത് പ്രോസിക്യൂട്ടിംഗ് ഫാൾ അണ്ടർ ദിസ് എക്സെപ്ഷൻ. ഓക്കെ. അപ്പോൾ സെക്ഷൻ 33 എന്താണ് ഡീൽ ചെയ്യുന്നത്? ട്രൈഫ്ലസിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. ആ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ. 20ാമത്തെ ചോദ്യം, വാട്ട് ഡവ് സെക്ഷൻസ് 34 to 44 ഡീൽസ് വിത്ത്? സെക്ഷൻ 34 മുതൽ 44 വരെ ഉള്ളത് എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രൈവറ്റ് ഡിഫൻസ് ആണ് കേട്ടോ. പ്രൈവറ്റ് ഡിഫൻസ്. അപ്പോൾ ദീസ് സെക്ഷൻസ് പ്രൊട്ടക്ട്സ് ആക്ട്സ് ഡൺ ഇൻ സെൽഫ് ഡിഫൻസ് ഓർ ഡിഫൻസ് ഓഫ് അതേഴ്സ് ഓർ പ്രോപ്പർട്ടി. ഓക്കെ. അപ്പോൾ പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റിയാണ് ഈ ഒരു സെക്ഷൻസിനകത്ത് ഡീൽ ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 34 to 44 എന്താണ് ഡീൽ ചെയ്യുന്നത്? പ്രൈവറ്റ് ഡിഫൻസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. പ്രൈവറ്റ് ഡിഫൻസ്. വാട്ട് ടു സെക്ഷൻ 34 to 44 ഡീൽസ് വിത്ത് പ്രൈവറ്റ് ഡിഫൻസ്. ഓക്കെ. 21ാമത്തെ ചോദ്യം, സെക്ഷൻ 22 ഈസ് റിലേറ്റഡ് ടു. സെക്ഷൻ 22 ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണിത്. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇൻസാനിറ്റി ആണ്. സെക്ഷൻ 22 ഷീൽഡ്സ് ദോസ് ഹു കമ്മിറ്റ് ആക്ട്സ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഡ്യൂ ടു മെൻ്റൽ ഇൽനെസ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞാണ് അൺസൗണ്ട് മൈൻഡുള്ള, ചിത്തഭ്രമമുള്ള, മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാർ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഇത്. സെക്ഷൻ 22 എന്ന് പറയുന്നത്. സെക്ഷൻ 22 ഈസ് റിലേറ്റഡ് ടു ഇൻസാനിറ്റി ആണ് കേട്ടോ. ഇൻസാനിറ്റി. ഓക്കെ. 22ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ജനറൽ എക്സെപ്ഷൻ? ചുവടെ കൊടുത്തിരിക്കുന്നത് ജനറൽ എക്സെപ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദീസ് നോട്ട് എ ജനറൽ എക്സെപ്ഷൻ? ജനറൽ എക്സെപ്ഷനകത്ത് വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 6 നോക്കുക. ഏതാണ്? ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പബ്ലിക് സെർവൻ്റ് ആണ്. കൺസെൻറ്റിൻ്റെ കേസ് നമ്മൾ ജനറൽ എക്സെപ്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻസാനിറ്റി നമ്മൾ ജനറൽ എക്സെപ്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്സിഡൻറ്റ് നമ്മൾ ജനറൽ എക്സെപ്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസ്കസ് ഏത് മാത്രമാണുള്ളത്? പബ്ലിക് സെർവൻ്റ് ആണ് കേട്ടോ. പബ്ലിക് സെർവൻ്റ് ഈസ് എ ഡെഫിനിഷൻ ആണ് ഏതിനകത്ത് വരുന്നത്? സെക്ഷൻ 2-നകത്ത് വരുന്ന ഒരു ഡെഫിനിഷനാണ് ഇത്, പബ്ലിക് സെർവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജനറൽ സെക്ഷൻ 2-നകത്ത് ഒരു സബ് ക്ലോസ് ഉണ്ട്, അത് പറയുന്നില്ല. അതറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പബ്ലിക് സെർവൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സെക്ഷൻ 2-നകത്ത് സബ്സെക്ഷൻ ഇന്ന സെക്ഷൻ എന്ന് പറഞ്ഞ് പബ്ലിക് സെർവൻ്റ് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുള്ളവർ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വിച്ച് ഓഫ് ദീസ് നോട്ട് എ ജനറൽ എക്സെപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പബ്ലിക് സെർവൻ്റ് ആണ് കേട്ടോ വരുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജനറൽ എക്സെപ്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. 23ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 213. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 213? ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഹാർബർ ആണ്. ഹാർബർ. ഓക്കെ. അപ്പോൾ സെക്ഷൻ 213-നകത്ത് ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? ഹാർബറിനെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിമിനൽ ഷെൽട്ടറിങ് കേസസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഹാർബറിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഹാർബർ എന്ന് പറയുന്ന ടൈമിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സെക്ഷൻ 213-നകത്ത് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 213? ഹാർബർ ആണ്. ഓക്കെ. 24ാമത്തെ ചോദ്യം, സെക്ഷൻ 33 റെഫേഴ്സ് ടു. സെക്ഷൻ 33 റെഫേഴ്സ് ടു. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ? ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യം തന്നെയാണ് ഇതും. റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് ഈ ചോദ്യം. എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ട്രൈഫ്ലസ് ആണ് കേട്ടോ. ട്രൈഫ്ലസ്. സ്ലൈറ്റ് ഹാം നോട്ട് കൺസിഡേർഡ് സീരിയസ് ഇനഫ് ഫോർ ലീഗൽ ആക്ഷൻ ഈസ് കവേർഡ് ഇയർ. ഓക്കെ. സ്ലൈറ്റ് ആയിട്ടുള്ള ഹാമിനാണ് പറയുന്ന ടേമാണ് ട്രൈഫ്ലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർത്തിരിക്കുക ടേം. ഇപ്പം ഇതുപോലെ ചില ടേമുകളൊക്കെ ഉണ്ട്. ഈ അൺസൗണ്ട് മൈൻഡ്, ഇൻസാനിറ്റി, ഈ ടേമുകളൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക, എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സെക്ഷൻ 33 റെഫേഴ്സ് ടു ട്രൈഫ്ലസ് ആണ് കേട്ടോ. സ്ലൈറ്റ് ഹാം നോട്ട് കൺസിഡേർഡ് സീരിയസ് ഇനഫ് ഫോർ ലീഗൽ ആക്ഷൻ ഈസ് കവേർഡ് ഹിയർ. ഓക്കെ.
25ാമത്തെ ചോദ്യം, ആക്ട്സ് ഡൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ. ആക്ട്സ് ഡൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ. ഓപ്ഷൻസ് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം അറിയാമോ? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 5 ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ക്ലോസ് എൻഷുവേഴ്സ് ഷെയർ റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ കമ്മിറ്റിംഗ് എ ക്രൈം ടുഗദർ. ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഒരു ഇൻറ്റൻഷനോടുകൂടി ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നതാണ് ഏതിനകത്ത്? ദിസ് ക്ലോസ് ഏത്? സെക്ഷൻ 3(5) ആണ് കേട്ടോ. ആക്ട്സ് ഡൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ദിസ് സെക്ഷൻ എൻഷുവേഴ്സ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ കമ്മിറ്റിംഗ് എ ക്രൈം ടുഗദർ. ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഒരുമിച്ച് ഗൂഢാലോചന നടത്തി അവർ ചെല്ലുകയാണ്. അപ്പം അതിനകത്ത് എല്ലാവർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ക്രൈമിനകത്ത് ഉൾപ്പെടുന്ന എല്ലാവർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ ഒരു 5 പേര് ചേർന്നൊരു വീട് കൊള്ളയടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരാളെ പുറത്ത് നിർത്തിയിട്ട് ബാക്കി 4 പേര് അകത്തേക്ക് പോവുകയാണ്. ആ ഒരാളെ പുറത്ത് നിർത്തിയെന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് നിർത്തിയത്. അപ്പോൾ ബാക്കി 4 പേര് അകത്ത് ചെന്ന് കൊള്ളയടിക്കുകയാണ്. അപ്പോൾ അവർ കത്തിയൊക്കെ കാട്ടി ഭയപ്പെടുത്തി, വീട്ടുകാരെ ഭയപ്പെടുത്തി പണമൊക്കെ സ്വർണ്ണമൊക്കെ കവരുന്നതിനിടയിൽ വീട്ടുകാരിൽ ഒരാൾ ആ ഒരു 4 പേരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു വീട്ടുകാരൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പക്ഷേ ആ വീട്ടുകാരനെ കൊന്നത് ആരാന്ന് ചോദിച്ചാൽ കത്തി കൊണ്ട് കുത്തിയത് ആ 4 പേരിൽ ഒരാളാണ്. പക്ഷേ പോയ 5 പേരും, ആ കുത്തിയ ഒരാൾ ഒഴികെ അകത്തുള്ള 3 പേരും, പുറത്ത് കാവലിനായിട്ട് നിൽക്കുന്ന 5-മനുണ്ടല്ലോ അയാളും എല്ലാം എന്തിന് കുറ്റക്കാരാണ്? മർഡറിന് കുറ്റക്കാരനാണ്. ആ കൊലപാതകത്തിന് ഉത്തരവാദികളാണ്. ഒരേപോലെ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അത് ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ട്സ് ഡൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ ആർ എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 3(5) ആണ്. സെക്ഷൻ 3 സബ് ക്ലോസ് 5 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സബ്സെക്ഷൻ 5 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ക്ലാസ്സുകളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വേണമെന്നുള്ളത് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളതിന് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.